ആ ഇതൊരുപാടുണ്ടല്ലോ. ഡെബിറ്റും ക്രെഡിറ്റൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. രണ്ടിനും പർപ്പസ് സെയിം തന്നെയല്ലേ? ഇപ്പോൾ ഒന്നിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ എടുക്കാൻ പറ്റും, അങ്ങനെയല്ലേ? അത് മാത്രമല്ല, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇത് നമുക്ക് കോമൺ ആയിട്ട് പ്ലാസ്റ്റിക് മണി എന്നുള്ള പേരൊക്കെ വിളിക്കാൻ പറ്റും. ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ആണോ ഉള്ളത് അത് നമുക്ക് ബാങ്ക് ത്രൂ ATMയിലൂടെ വിഡ്രോവൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പുറത്തുനിന്നും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഈ ഡെബിറ്റ് കാർഡ് നമുക്ക് മാക്സിമം 5 ട്രാൻസാക്ഷൻസ് ആണ് ബാങ്ക് അലോ ചെയ്യുന്നത് ഒരു മാസത്തേക്ക്. ഇത് കൂടാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ എമൗണ്ട് ഒക്കെ ബാങ്ക് ചാർജ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ബാങ്ക് ഓൾറെഡി ഒരു എമൗണ്ട് തരുന്നുണ്ട്, അത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഈ പേയ്മെൻറ്റ് നമ്മൾ റീപേ ചെയ്ത് കൊടുക്കണം ക്രെഡിറ്റ് കാർഡിന്. ഇനിയിപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഡെബിറ്റ് കാർഡ് ആണെങ്കിലും നമുക്ക് മാസ്റ്റർ കാർഡ്, അതേപോലെ തന്നെ വിസ കാർഡ്, പിന്നെ റൂപേ കാർഡ്, ഇങ്ങനെ 3 കാർഡായിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഡെബിറ്റ് കാർഡ് ആയിട്ടുള്ളത് റൂപേ കാർഡാണ്. ഇത് നമ്മുടെ നാഷണൽ ബൗണ്ടറിയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റൂപേ കാർഡ്. മാസ്റ്റർ കാർഡ് ആണെങ്കിലും വിസ കാർഡ് ആണെങ്കിലും നമുക്ക് ഇത് ഇൻ്റർനാഷണൽ ബൗണ്ടറീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 2 കാർഡുകൾ.